വയനാട്ടിൽ ഒത്തിരി വ്യൂ പോയിന്റ്സ് ഉണ്ട്. എന്നാൽ ഈ വ്യൂ പോയിന്റ് നിങ്ങളുടെ മനസ്സ് കീഴടക്കും. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട്ടിലെ നെല്ലറച്ചാല് എന്നറിയപ്പെടുന്ന ഒരു വ്യൂ പോയിന്റ് കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കൽപ്പറ്റ മേപ്പാടി വഴി നെടുമ്പാല റൂട്ടിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 9 കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ളത്. അതല്ല നിങ്ങൾ സുൽത്താൻ ബത്തേരി വഴിയാണ് വരുന്നതെങ്കിൽ സുൽത്താൻ ബത്തേരി അമ്പലവയൽ വഴിയാണെങ്കിൽ 6.5 കിലോമീറ്ററാണ്. അപ്പം വയനാട്ടിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഒത്തിരി വ്യൂ പോയിന്റ്സ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വ്യൂ പോയിന്റ് തികച്ചും വ്യത്യസ്തമായൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. ഈ മുന്നിൽ കാണുന്നതാണ് നെല്ലറച്ചാല് എന്നറിയപ്പെടുന്ന വ്യൂ പോയിന്റ്. കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയർ ഭാഗമാണ്, വൃഷ്ടിപ്രദേശമാണിത്. നെല്ല് നിറഞ്ഞ ശാല എന്നതിൽ നിന്നാണ് നെല്ലറച്ചാല് എന്ന പേര് ഈ സ്ഥലത്തിന് വരുന്നത്. പണ്ട് ഈ കാണുന്ന സ്ഥലമൊക്കെ തന്നെയും വയലായിരുന്നു, നെൽപ്പാടങ്ങളായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് കാരാപ്പുഴ ഡാമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സ്ഥലമൊക്കെ തന്നെ ഏറ്റെടുത്തു. അങ്ങനെ ഈ സ്ഥലമൊക്കെ തന്നെയും വെള്ളം നിറഞ്ഞ് ഡാമിൻ്റെ റിസർവോയർ ഭാഗമായി മാറി. അങ്ങ് ദൂരെയായിട്ട് നിങ്ങൾക്ക് നീല നിറത്തിൽ വെള്ളത്തിൻ്റെ നടുക്ക് കാണുന്നില്ലേ, അത് മീൻ വളർത്തുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മീൻ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതിൻ്റെ ഒരു ബോർഡ് അവർ മേളിൽ തന്നിട്ടുണ്ട്. അതിൽ വിളിക്കേണ്ട ഫോൺ നമ്പർ മീൻ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്. വണ്ടി നമുക്ക് മുകളിൽ പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ഫീസൊന്നും ഇപ്പം ഇല്ല. അപ്പം നിങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് താഴെ വെള്ളത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് നടന്ന് താഴെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അവിടെ വരെ വരാം. നിറച്ച ആമ്പൽ പൂക്കളാണ്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ ഈ സ്ഥലം സൺസെറ്റ് വ്യൂ പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത്. ആ സമയത്ത് ഈ ഭാഗം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആകാശം മൊത്തം ചുമന്ന് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏത് സമയത്ത് വന്നാലും ഈ സ്ഥലത്തിൻ്റെ ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയുണ്ട്. രാവിലെ നിങ്ങൾക്ക് സൺറൈസ് ടൈമിൽ വേണേൽ വരാം, സൺസെറ്റ് ടൈമിൽ വേണേൽ വരാം. അധികാർക്ക് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഈ സ്ഥലം നമുക്ക് പെടാത്തത് കൊണ്ടോ ആവാം, മറ്റ് വയനാട്ടിലെ വ്യൂ പോയിൻറ്റ്സിനെ വെച്ച് നോക്കുമ്പം ഇവിടെ തീരെ തിരക്കില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ സ്ഥലം കാണാൻ വരുന്നുള്ളൂ. കുറച്ച് ഫാമിലീസും കുറച്ച് കൂട്ടുകാർ കൂടി വരുന്നവരും പിന്നെ കുറച്ച് പേഴ്സായിട്ട് വരുന്നവരും, അങ്ങനെ കുറച്ച് പേരൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര ശാന്തതയാണ് ഈ സ്ഥലത്തിന്. നമുക്ക് ശരിക്കും മനസ്സ് നിറയുകയെന്ന് പറയില്ല ഒരു സ്ഥലം കണ്ടിട്ട്, അതാണ് നമുക്കിവിടെ വരുമ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ ഹൈ ആറ്റിറ്റ്യൂഡ് സ്റ്റേഡിയമായിട്ടുള്ള വയനാട് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാതയ്ക്കടുത്ത് കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്.
ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നമ്മുടെ ഈ ഒരു കൃഷ്ണഗിരിയിലെ സ്റ്റേഡിയം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2100 അടിയോളം ഉയരത്തിൽ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു മലയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത്. 2013 അന്നത്തെ കേരള ഗവർണറായിരുന്ന നിഖിൽ കുമാറാണ് ഏകദേശം 7 കോടി നിർമ്മാണ ചെലവ് വന്നിരുന്ന ഈ ഒരു സ്റ്റേഡിയം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. നമ്മളിവിടെ എത്തിയ സമയത്ത് കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ പ്രാക്ടീസ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യൻ എ ടീമിന്റെ മത്സരവും അതുപോലെ രഞ്ജി ട്രോഫിയിലെ ചില മത്സരങ്ങളും അടക്കം ഒരുപാട് അന്താരാഷ്ട്ര ആഭ്യന്തര മത്സരങ്ങൾക്ക് വേദിയായിട്ടുണ്ട് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള കൃഷ്ണഗിരിയിലെ സ്റ്റേഡിയം. ഏകദേശം 5000-ഓളം വരുന്ന കാണികൾക്ക് ഒരു പാർക്കിലേതെന്ന പോലെ പുൽത്തകിടിലും അതുപോലെ കസേരകളിലൊക്കെ ഇരുന്ന് കളി കാണാനുള്ള ഒരു സൗകര്യമുണ്ട് ഈ ഒരു സ്റ്റേഡിയത്തില്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പിച്ചുകളാണ് ഇവിടെ ഉള്ളത്. മഴ അധിക നേരം നീണ്ടു നിന്നിട്ടില്ലെങ്കിൽ വെറും അരമണിക്കൂറിനുള്ളിൽ പിച്ച് ഉണക്കിയെടുക്കാനുള്ള സംവിധാനവും ഈ ഒരു സ്റ്റേഡിയത്തിലുണ്ട്. കാറ്റിന്റെ ഇത് രസമായി. എന്താണ് ഇത്? നല്ല അടിപൊളി ഷോ.